പറയട്ടെ. അതിലൊരു ക്ലിപ്പ് മുജാഹിദ് ബാലുശ്ശേരി കൽപ്പണിക്ക് പോയിട്ടുണ്ട്. കണ്ടാ? അപ്പം മുജാഹിദ് പണ്ഡിതന്മാർ മുജാഹിദ് പ്രസംഗിക്കാൻ പോണ ആൾക്കാരൊക്കെ ആരാണ്? കൽപ്പണിക്കാരും പാടത്ത് പണിയെടുക്കുന്നവരും അതുപോലുള്ള ആൾക്കാരൊക്കെയാണ് മുജാഹിദ് പ്രസംഗിക്കാൻ വരുന്നത്. ഞങ്ങളങ്ങനല്ല. 10 കൊല്ലം ചൊറിയും കുത്തിയിരുന്ന് ഊതിപ്പടിച്ച് വലിയ ആലിമ്യങ്ങളായി പുറത്തിറങ്ങിയ ആൾക്കാരാണ് ഞങ്ങൾ വേറെ പ്രസംഗിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മാന്യ സഹോദരങ്ങളെ. കൽപ്പണിക്ക് പോവാ, ജോലിക്ക് പോവാ കുറവാ, പണിയെടുത്ത് ജീവിച്ച കുറവാണോ? ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനെപ്പോലും ഒരാൾ കൽപ്പണിക്ക് പോയാൽ എന്താണ്, പാറമടയിൽ പോയാൽ എന്താണ്, പാടത്ത് പണിയെടുക്കാൻ പോയാൽ ഒരു മുസ്ലിംകാർക്ക് പണി എടുത്തൂടെ? എടുക്കാം, അതിൽ തെറ്റൊന്നുമില്ല, കൽപ്പണി എടുക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിനെപ്പോലും പരിഹസിക്കാം. എന്നാ പേരോട് സക്കാഫി, പേരോട് മുസ്ലിയാർ തെങ്ങുമ്മ കയറുന്ന ആളായിരുന്നു. തെങ്ങുമ്മ കയറുന്ന ആളായിരുന്നു, കൗങ്ങുമ്മലും കയറുമായിരുന്നു. കണ്ട, ഈ കൗങ്ങുലും തെങ്ങിലൊക്കെ കയറുന്ന ആൾക്കാരല്ലേ ഈ വാത് പറയാൻ തന്നെ. അതെവിടെ ഉണ്ടോലേ? കാണണ്ട, അത് പേരോട് മുസ്ലിയാർ എന്നെ പറഞ്ഞുതരും. ഞാൻ തെങ്ങുമ്മലും കൗങ്ങുമ്മലൊക്കെ കയറാറുണ്ടായിരുന്നു. കേട്ടോളൂ നിങ്ങൾ. വാസ്തവത്തിൽ മറ്റുള്ള ആളുകൾ ആലോചിച്ചോളണം. എന്താണ് മുസ്ലിംമാർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാൻ കഴിയും. ഏത് ജോലിയാണ് നമുക്ക് എടുത്തുകൂടാത്തത്? നമ്മളെ ഈ കൈ കുറച്ച് നീട്ടത്തിലുണ്ട്, അത് ജോലിക്ക് കയറ്റി ഇങ്ങനെ വെച്ചാൽ മതി. എന്നാ പിന്നെ സാധാരണക്കാരെടുക്കുന്ന എല്ലാ ജോലിയും നമുക്ക് എടുക്കാം. അന്ന് എനിക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയും. കാരണം അന്ന് ഞാൻ കൗങ്ങുമലും തെങ്ങുമലൊക്കെ കയറുന്ന കാല. ഇപ്പൊ എന്നെ കൊണ്ട് കയറാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, അന്ന് ഏത് പണിയും എടുക്കാം. നമുക്ക് കൈക്കോട്ട് എടുത്തിട്ട് മണ്ണെടുത്ത് മറിക്കാം, നമുക്ക് വികാസ് എടുത്ത് കൊത്തിയാൽ വിറവ് കീറാം, നമുക്ക് പ്ലേറ്റ് കഴുകാം, നമുക്ക് ഹോട്ടലിലെ ജോലി എടുക്കാം, അല്ലാത്ത ജോലി എടുക്കാം. എന്നാ ജോലി എടുക്കാൻ പറ്റുന്നുണ്ടോ? ഏത് ജോലിയും എടുക്കാം. അതിനെന്ത് വേണം? കൈയൊന്ന് കയറ്റി ഇങ്ങനെ വെക്കണമെന്ന് മാത്രമേ, വേറൊരു പണിയില്ല. ബാക്കിയുള്ള എടുക്കുന്ന എല്ലാ ജോലിയും മുസ്ലിയാർക്ക് എടുക്കാം. കണ്ടോ? പിന്നെന്തിനാ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്? മുസ്ലിയാരെ കണ്ടോ? പേരോട് മുസ്ലിയാരെന്ന് പറയാം. പണ്ട് തെങ്ങുമലും കൗമുമലേക്ക് കയറുന്ന കാല. ഇപ്പൊ കയറാൻ കഴിയൂല. അങ്ങനെയാണ്. ഇപ്പൊ കയറാൻ പറ്റൂല, തടി അടങ്ങാതിരുന്നു പോയി. അപ്പോൾ പ്രയാസമായിരിക്കും. പണ്ട് തെങ്ങുമലും കൗമുമലൊക്കെ കയറുന്ന കാലം ഉണ്ടായിരുന്നു. മുജാഹിദ് ബാലുശ്ശേരി കൽപ്പണിക്ക് പോയിട്ടുണ്ട്. അതിനെന്താ ഇത്ര അത്ഭുതം? അത് ക്ലിപ്പിട്ടിട്ട് എന്തിനാ ആക്ഷേപിക്കുന്നത്? എങ്കിൽ നിങ്ങൾ ആരെയൊക്കെ ആക്ഷേപിക്കേണ്ടി വരും? എത്രയോ പ്രവാചകന്മാർ പണിയെടുത്ത് ജീവിച്ചവരല്ലേ? തടവ് പോലും പറഞ്ഞില്ലേ? എന്ത്? ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ? പടയങ്കിനെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ? ഖുർആനിൽ ഇന്നും വ്യക്തമായി കിടപ്പുണ്ട്. സബസു എന്ന സൂറത്തോതി നോക്കതിലുണ്ട്. ആരാ? ദാവൂദ് നബി രാജ്യം ഭരിച്ചവരാണ്. എന്നാൽ അതേ ദാവൂദ് നബി തന്നെ പടയങ്കി നെയ്താണ് അവർ ജീവിച്ചത്. പടച്ചട്ട ഒന്നവർ ദിവസവും നെയ്യുന്നതാ, 4000 തന്നതും വിൽക്കുന്നതാ. ഒരു ദിവസം മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പടച്ചട്ടയുണ്ടാക്കും. എന്നിട്ട് അത് 4000 രൂപക്കാണെന്ന് വിറ്റിരുന്നത്. ദാവൂദ് നബി പടയങ്കി വിറ്റ് ജീവിച്ച ആളാണ്. എന്നാലോ മറ്റൊരു പ്രവാചകനാര്? ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്താ ജീവിതം യാ സ്വാഹിബി. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വട്ടി നെയ്ത് ജീവിച്ച ആളാണ്. അത് മാത്രമല്ലവർ മിമ്പറിൽ കയറുന്നതാ, ഗംഭീരമായ സദസ്സിൽ പ്രസംഗിക്കുന്നതാ. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നാട് ഭരിച്ച സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വാള് പറയുന്ന ആളാണ്, പ്രസംഗിക്കുന്ന ആളാണ്. എന്നാലോ അതേ സുലൈമാൻ നബി തന്നെ വട്ടി നെയ്തിട്ടാ ജീവിക്കുന്നത്. വട്ടി നെയ്യുകയും ജീവിക്കുകയും മാത്രമല്ല, വട്ടി നെയ്യുകയും പ്രസംഗിക്കുകയും മാത്രമല്ല, പ്രസംഗിക്കുകയും വട്ടി നെയ്യുകയും മാത്രമല്ല, നേരെ മറിച്ചോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വട്ടി നെയ്ത് മഹാനായ സുലൈമാൻ നബി ജീവിച്ചിരുന്നു. അതുമാത്രമല്ലവർ മിമ്പറിൽ കയറുന്നതാ, ഗംഭീരമായി സദസ്സിൽ പ്രസംഗിക്കുന്നതാ. തത്സമയമിൽ പനയോല കൈവശമുണ്ട്, അതുകൊണ്ട് കുട്ടയും വട്ടി നെയ്യലുമുണ്ട്. മിമ്പറിൽ കയറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സുലൈമാൻ നബി പ്രസംഗിക്കുകയും ചെയ്യും, വട്ടി നെയ്യും, കുട്ടയും നെയ്യും. ആരാ ഇത് പറയുന്നത്? തഴവ തീർന്നില്ല. കൈത്തൊഴിലെന്ത് സമർത്ഥനാ സക്കരിയ, നമുക്കെന്ത് മടിയാ തൊഴിൽ ചെയ്യാൻ വയ്യ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം കൈത്തൊഴിൽ നല്ല സമർത്ഥനാ, പക്ഷെ നമുക്കെന്ത് മടിയാ തൊഴിൽ ചെയ്യാൻ വയ്യ. ആർക്ക്? മുസ്ലിയാക്കന്മാർക്ക് തൊഴിലൊന്നും ചെയ്യാൻ പറ്റില്ല. തൊഴിൽ ചെയ്ത മുസ്ലിയാരല്ല. ഇനി കൽപ്പണിക്കാരാണ് മുജാഹിദ് ബാലുശ്ശേരി എന്നല്ലേ പറഞ്ഞു? കേട്ടോ, കൽപ്പണി മരപ്പണി രണ്ടിനും താൻ കേമന,
കൽപ്പണി മരപ്പണി രണ്ടിനും താൻ കേമന, ഇഹ്യാ 4 നോക്കിയാൽ സംതൃപ്തനാ. മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൽപ്പണിക്ക് കേമനായിരുന്നു, മരപ്പണിക്കും കേമനായിരുന്നു. ഇഹ്യാ നോക്കിയാൽ അത് കാണാം. സഖാഫി സക്കരിയാ നബിയെ പരിഹസിക്കാനുണ്ടോ? സക്കരിയാ നബിയെ പരിഹസിക്കുമോ? ആലോചിച്ച് നോക്ക്. അതുപോലും എടുത്ത് ക്ലിപ്പാക്കിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കാൻ വന്നതല്ലേ? മുസ്ലിയാരെ ഒന്ന് മറിച്ച് നോക്കിക്കൂടെ? അമ്പിയാക്കന്മാരുടെ ചരിത്രം, ഖസസുൽ അംബിയ വായിച്ചിട്ട് ഈ രൂപത്തിലുള്ള ചരിത്രമൊന്നും കണ്ടില്ലേ? വേണ്ടാത്ത ചരിത്രം മൂപ്പര് കണ്ടുള്ളൂ. ഖസസുൽ അംബിയ വായിച്ചിട്ട് ഈ കഥയൊന്നും കണ്ടില്ല. വാറോലകളും അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളൊക്കെ മൂപ്പരെല്ലാം വായിച്ചു പഠിച്ച് അതിങ്ങനെ പ്രസംഗിക്കുക. എന്നാൽ പ്രവാചകന്മാരുടെ ചരിത്രം ഇതൊന്നും അവർ കണ്ടില്ല. ഇനി എന്താന്നല്ലേ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. മര്യാദക്ക് പണിയെടുക്കാൻ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയോ? പണിയെടുത്ത് ജീവിക്കണം, അധ്വാനിച്ച് ജീവിക്കണം, മാന്യായി ജീവിക്കണം, ഏതാളാണെങ്കിലും ജീവിക്കണം, മര്യാദക്ക് ജീവിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ? മടവൂർ ശൈഖനെ പോലായി പോകും. മടവൂർ ശൈഖനെ പോലായി പോകും. ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. ആ കാലഘട്ടം ചിന്തിക്കാൻ പോലും നമുക്ക് വയ്യ. യഥാർത്ഥ വിജയ സോപാനത്തിന്റെ സർവ്വ സ്റ്റെപ്പുകളിലും കണ്ണുവെച്ച ആ പണ്ഡിത വരേണ്യർ എത്ര വികൃത രൂപമാണ് പ്രാപിച്ചത്. വെറും കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രം, അഴുക്കുചാലുകളിൽ മുക്കിയെടുത്ത പ്രതീതി, ആരാരുമല്ലാത്ത, ആരുടേതുമല്ലാത്ത, നാടേതുമറിയാത്ത ഒരു ദരിദ്രവാസിയെപ്പോലെ ഊരുചുറ്റുകയാണവർ. മാനന്തവാടിയിൽ നിന്ന് മൈസൂർ കാടുകളിലേക്കുള്ള പദയാത്രക്കിടയിൽ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് വെച്ചൊരു സംഭവമുണ്ടായി. കാടുകൾ കേറിയ കാട്ടാനകളും കൂടി വസിത്താരേ സോദരരായി നേരേ, കൂടി വസിത്താരേ സോദരരായി നേരേ. കാട്ടിക്കുളമിൽ എത്തി ഒരു ഹോട്ടലിൽ മുന്നിൽ പറ്റി, ഒട്ടനവധി പേരുണ്ടത് സിയം കേറിയ ഭക്ഷണമെത്തി. ഉടനടിയിൽ ദ്രുതഗതിയിൽ ഭക്ഷണവും കഴിച്ചെന്നത് സിയം ശേഖരിറങ്ങുന്നേ, നേരെ നടക്കുന്നേ, ശേഖരിറങ്ങുന്നേ, നേരെ നടക്കുന്നേ. ഹോട്ടലുകാർ പിടികൂടി കാശു തരൂ എന്നോതി, അന്നവർ കാശില്ലാത്ത ഫക്കീറിൻ ഷർട്ടും മുണ്ടുമേ ഊരി. ഉടനടിയിൽ ദ്രുതഗതിയിൽ അടിവസ്ത്രം ധരിച്ചെന്നത് സിയം ശേഖ് കറങ്ങുന്നേ, കാനനവിൽ തന്നെ, ശേഖ് കറങ്ങുന്നേ, കാനനവിൽ തന്നെ. സിയം ശേഖ് എന്നൂര് പദയാത്ര മൈസൂര്, കാടുകൾ കേറിയ കാട്ടാനകളും കൂടി വസിത്താരേ സോദരരായി നേരേ, കൂടി വസിത്താരേ സോദരരായി നേരേ. കൊടും കാട്ടിലൂടെ മൈസൂരിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം. റോഡിനരികിലെത്തിയപ്പോൾ അതാ ഒരു ഹോട്ടൽ. ജനങ്ങൾ അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നത് ബഹുമാനപ്പെട്ടവർ കണ്ടു. മഹാൻ വേഗം ഹോട്ടലിലേക്ക് കയറി. സ്വാദിഷ്ടമായ ഹോട്ടൽ ഭക്ഷണം മഹാനരുടെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. നല്ല പോലെ ഭക്ഷണം കഴിച്ച് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുകയാണ് മഹാൻ. ഹോട്ടലുടമയും പരിവാരങ്ങളും വയ്യാലെ ഓടിക്കൂടി കുപ്പായ കോളറിന് പിടിച്ചു. അവർ ആ യാത്രികന്റെ കീശ തപ്പി പരിശോധന നടത്തി. ഇല്ല, ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹത്തിന്റെ പക്കലില്ല. അവർ ആ മഹാനരുടെ ഷർട്ടും മുണ്ടും അഴിച്ചെടുത്തു. കേവലം അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് മഹാനവറുകൾ മുന്നോട്ട് നീങ്ങി. കണ്ടോ ആ ഒരു അവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞ മദ്ഹബ് പ്രകാരം തെറ്റല്ല. ഏത് നേരത്തെ പറഞ്ഞ മദ്ഹബ് ഉണ്ടല്ലോ, ഞാനൊന്നും പറയണില്ല കേട്ടോ. നമുക്കങ്ങനെ കമന്റ് പറയണ്ട, ഞാൻ പറയുന്നില്ല. അപ്പൊ നേരത്തെ പരിഹസിച്ചാലോ, കോണ കൊടുത്തിട്ടാ മുജാഹിദീങ്ങൾ പോണത്. നിങ്ങളുടെ നാവുകൊണ്ട് അല്ല പറയിച്ചില്ല ആരാ പോണത്. ആ ജാതി പോക്കൊക്കെ കൃത്യല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കില്ലയോ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഔലിയാക്കന്മാരായി ഹോട്ടലൊക്കെ പൂട്ടിപ്പോട്ടെ. എല്ലാവരും ഔലിയാക്കന്മാരാന്ന് വിചാരിക്കുക. നമ്മളെല്ലാം ഔലിയാക്കന്മാരായി പിന്നെ ഒരു ഹോട്ടലിൽ തുറന്ന് പ്രവർത്തിക്കൂല. കാരണം എല്ലാവരും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി പോവുക. പൈസ കൊണ്ട് ചോദിച്ചാൽ കുപ്പായ ഊരി കൊടുക്കുക. എല്ലാവരും ഔലിയാക്കന്മാരായി ഹോട്ടലിൽ പൂട്ടേണ്ടി വരില്ലേ? മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ആണ് വിശദീകരണം ഉള്ളത്. പിന്നെ